Dr. M.N. Venkateshwaran, Child and Adolescent Consultant, Medical Superintendent, സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് മഞ്ഞുമ്മൽ. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 19 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലം തുടങ്ങിയതോടുകൂടി നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് വയറിളക്കം. നമുക്കറിയാം, വയറിളക്കത്തിൻ്റെ പ്രധാനമായ കാരണം അസുഖം വരുന്നത് വെള്ളത്തിൽ കൂടിയും ആഹാരത്തിൽ കൂടിയുമാണ്. പലതരത്തിലായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഈ കുട്ടികളെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ വയറിളക്കം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസെൻട്രി. നമുക്കറിയാം, വെള്ളത്തിൽ കൂടുന്ന അനവധി അസുഖങ്ങളുണ്ട്. അതിൽ പലതും ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് കണ്ടുവരുന്നു. പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് മുതലായ അസുഖങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ അസുഖങ്ങൾ വരാനുള്ള പ്രധാനമായ കാരണം നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയുമാണ് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക് വെള്ളം നൽകുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകുക എന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ പാകം ചെയ്യുമ്പോഴും മലിനജലം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും അവരുപയോഗിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ അവർ ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളോ പഴകിയതല്ല എന്ന് ഉറപ്പുവരുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമുക്ക് കുട്ടികളോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോടും പറയുവാനുള്ളത്, വെള്ളം നൽകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകുവാൻ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം വാങ്ങി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വല്ലപ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് പുറത്തു പോകുമ്പോൾ അവരെ ഹോട്ടലുകളിൽ കൊണ്ടുപോകുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതെല്ലാം നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്ക് കുട്ടികളെ നമ്മൾ അങ്ങനെ തന്നെ വളർത്തുന്നത് നന്നായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രോഗത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണമായി തീരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആശുപത്രികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്, പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം ഈ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പലപ്പോഴും ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചു, അതിന് ശേഷമാണ് ഈ അസുഖം ഉണ്ടായത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, ആഹാരപദാർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പാകം ചെയ്ത് അത് ഉപയോഗിക്കുന്ന വെള്ളം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പ്രത്യേകിച്ചും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും വെള്ളം നൽകുമ്പോൾ അവർ വെള്ളത്തിൻ്റെ രോഗാണുക്കൾ തടയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ രോഗാണുക്കൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ പലപ്പോഴും ചില ആളുകൾ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, പലപ്പോഴും ഉപയോഗിക്കുന്ന വെള്ളം കിണറ്റിൽ നിന്നും അല്ലെങ്കിൽ കുളങ്ങളിൽ നിന്നും ആയിരിക്കും. പലപ്പോഴും നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് ചെയ്യാവുന്ന 2 കാര്യത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒരു നിശ്ചിത അളവിൽ അത് നമ്മുടെ കുളങ്ങളിലോ അല്ലെങ്കിൽ കിണറുകളിലോ കിഴികെട്ടിയിട്ട് ശുദ്ധീകരിക്കാം. അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു നിശ്ചിത അളവിൽ കലക്കിക്കഴിഞ്ഞാൽ നമുക്കത് വെള്ളത്തിൽ മിക്സ് ചെയ്തും ഇത് ശുദ്ധീകരിക്കുവാൻ സാധിക്കും. ഇത് ഏത് അനുപാതത്തിൽ നൽകണം എന്നുള്ളത് നമുക്കറിയാവുന്ന ആരോഗ്യ പ്രവർത്തകരുമായിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റൽ അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏത് അനുപാതത്തിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക് ആഹാരങ്ങൾ നൽകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മറ്റു മാർഗങ്ങളിൽ
പ്രധാനമായിട്ടുള്ളത് വാക്സിനേഷനിൽ കൂടിയും നമുക്കിത് തടയുവാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായ 2 അസുഖങ്ങളാണ് ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം. ഈ 2 അസുഖങ്ങളും തടയുവാനുള്ള വാക്സിനേഷനുകൾ ഇന്ന് ലഭ്യമാണ്. മുമ്പ് കാലങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് നൽകേണ്ടിരുന്ന വാക്സിൻ ഇപ്പോൾ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് ഇപ്പോൾ 1 ഡോസ് നൽകാവുന്ന ഒരു പ്രത്യേക വാക്സിനിൻ നമ്മൾ ഇതിന് 2ഉം ലഭ്യമാണ്. അത് എടുക്കുന്നതും നമുക്ക് ഒരളവ് വരെ ഇത് തടയുവാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ പഠിക്കുവാനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഹോസ്റ്റലുകളിൽ താമസിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും അത് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നത് കൊണ്ടും നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിൽ, പ്രത്യേകിച്ചും പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ഈ വാക്സിനുകൾ ലഭ്യമാണ്. ഞാൻ പ്രൈവറ്റ് ആശുപത്രി എന്ന് പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ഈ വാക്സിൻ ലഭ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയറിളക്കം വരികയോ അല്ലെങ്കിൽ ഡിസെൻട്രിയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസോ വരികയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമുക്ക് ഇതിന് ചില സമയങ്ങളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടാകില്ല. നമുക്കറിയാം, ഈ ഡയോറിയ അല്ലെങ്കിൽ ഡിസെൻട്രി ഒക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളവും നമുക്ക് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പ്രത്യേക നിർദ്ദേശപ്രകാരം ഏറ്റവും പ്രഥമമായ മരുന്ന് എന്ന് പറയുന്നത് ORS ആണ്. അപ്പോൾ ORS ലായനി നൽകുന്നതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശവും അതുപോലെ തന്നെ ലവണങ്ങളുടെ അംശവും അതിൽ ഉണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മരുന്നുകളിലുപരിയായി ORS നൽകുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ORS ലായനി കഴിക്കുവാൻ പല കുട്ടികളും വിമുഖത കാണിക്കുമ്പോൾ ഇന്ന് ORS അടങ്ങിയിട്ടുള്ള പ്രത്യേകമായിട്ട് ഡ്രിങ്കുകൾ, അതായത് നമ്മളുടെ മറ്റ് ഡ്രിങ്കുകളെ പോലെ തന്നെ പാക്കറ്റുകളിൽ ഇത് ലഭ്യമാണ്. ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാദിഷ്ടമായിട്ട് നൽകുവാൻ സാധിക്കും. അത് നൽകുന്നതും നമുക്ക് ഒരളവ് വരെ ഡീഹൈഡ്രേഷൻ തടയുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കിതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ, കൂടുതലായിട്ട് ഛർദ്ദിക്കുകയും വയറിളക്കം വരുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ട് ജലവും ലവണങ്ങളും നഷ്ടപ്പെടുമ്പോൾ നിർജലീകരണം തടയുവാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ORS ലായനി. അതിനാൽ ഇതുപോലെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് ഈ അസുഖങ്ങൾ തടയുവാനും നമുക്ക് ഇത് ഒഴിവാക്കുവാനും സാധിക്കും. ഇത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയുവാനുള്ളത്.